പല സമയത്തും യേശുവിന്റെ ഭാവം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോഴും കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, എൻകറേജ് ചെയ്യും. ഈ എൻകറേജ്മെന്റ് ആണ് നമ്മളെ വളർത്തുന്നത്. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണിത്. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തന്നെ പെർഫെക്റ്റ് ഒന്നുമല്ല. പെർഫെക്റ്റ് ആണോന്ന് ചോദിച്ചാൽ ആന്നു, പക്ഷേ മച്യൂർ അല്ല. മച്യൂർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിലയിൽ മച്യൂർ ആണ്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള പൂർണ്ണതയല്ല. എന്നാൽ അതിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണത ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇപ്രാവശ്യം ആഫ്രിക്കയിലുണ്ടായിരുന്നപ്പോൾ ഒരു പാസ്റ്ററിനോട് ചോദിച്ചു, എങ്ങനെയാ ഇപ്പം യേശു ക്രിസ്തുവിന്റെ കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ യു സേ ദാറ്റ് യു നീഡ് ടു ലിവ് ലൈക്ക് ജീസസ് ലിവ്ഡ്, യേശു ജീവിച്ച പോലെ ജീവിക്കണമെന്ന് പറയുന്നു. നമ്മളാരും അങ്ങനെ ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിട്ടില്ല. നമ്മൾ എപ്പോഴാ പൂർണ്ണരാകുന്നത്? അപ്പം അത് പറ്റുമോ? അത് നടക്കുമോ? അത് ഏതെങ്കിലും കാലത്ത് നടക്കുമോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് പറഞ്ഞ ഒരു ഉദാഹരണം, ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് വളർച്ചയും പെർഫെക്ഷനും രണ്ടാണ്. ഓരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ ഉണ്ട്. ഒരു പൂ മൊട്ട് വിരിയുകയാണെന്ന്, മൊട്ട്, ഒരു പൂവിന്റെ മൊട്ട് പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. പക്ഷേ അത് വിരിഞ്ഞ ഒരു പൂവാണെന്ന് ചോദിച്ചാൽ അല്ല. അത് നമ്മൾ ചിലപ്പോൾ അതിനെ കണ്ടു, ഇറ്റ്സ് എ പെർഫെക്റ്റ് ബഡ്, ഇത് വളരെ എന്തൊരു പെർഫെക്റ്റ് ആയിരിക്കുന്നു, എന്തൊരു, ആ മൊട്ടിനെ കണ്ടിട്ട് നമ്മൾ എന്താ പറയുന്നത്? പെർഫെക്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പെർഫെക്റ്റ് ആണ്? അത് മൊട്ട് എന്ന നിലയിൽ പെർഫെക്റ്റ് ആണ്. അത് വിടരുമ്പോഴും പെർഫെക്റ്റ് ആണ്, പകുതി വിരിഞ്ഞാലും അത് പെർഫെക്റ്റ് ആണ്. അത് ഫുള്ളായിട്ട് വിരിയുമ്പോഴും ഇപ്പൊ അത് പെർഫെക്റ്റ് ആയെന്നല്ല നമ്മൾ പറയുന്നത്, അത് ഫുൾ ബ്ലോസം, ആ ഫുൾ ബ്ലൂമിലേക്ക് വന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിന്റെ കാര്യം. ഒരു കുഞ്ഞ് അതിന്റെ പിതാവിനോളം വളർച്ച പ്രാപിച്ചിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പറയുമോ കുഞ്ഞ് ഇംപെർഫെക്റ്റ് ആണെന്ന് പറയുമോ? ഇല്ല. എ ചൈൽഡ് ഈസ് പെർഫെക്റ്റ് ആസ് എ ചൈൽഡ്, എ ബോയ് ഈസ് പെർഫെക്റ്റ് ആസ് എ ബോയ്, എ യങ് മാൻ ഈസ് പെർഫെക്റ്റ് ആസ് എ യങ് മാൻ. പക്ഷെ ഇവരാരും എന്ത് ചെയ്തിട്ടില്ല? വളർച്ചയിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഉള്ള ഒരു വളർച്ചയുടെ പാതയിലാണ്, പക്ഷെ ഇംപെർഫെക്റ്റ് അല്ല. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരാത്തത് കൊണ്ട് നമ്മൾ ഇംപെർഫെക്റ്റ് ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വി ആർ ഗ്രോയിങ്. ആ ഗ്രോത്തിന്റെ ആ നിലയിൽ ഇടയ്ക്കുണ്ടാകുന്ന ഏത് പാതകളെയും വീഴ്ചകളെയും പിതാവ് എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. വീഴ്ചകളെയല്ല, ആ വീഴ്ചകളിലും നമുക്ക് ആവശ്യമായ എൻകറേജ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കുഞ്ഞ് നടക്കാൻ പരിശ്രമിക്കുകയാണെന്ന് വെക്കുക. ഒരു കുഞ്ഞ് നടക്കാൻ പരിശ്രമിക്കുമ്പോഴത്തേക്ക്, ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു കുഞ്ഞ്, നമ്മുടെ കയ്യെ പിടിച്ച് 2 സ്റ്റെപ്പ് വെച്ചൊക്കെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ഒരു ദിവസം അപ്പൻ പറയുന്നു, മോനെ നീ നടക്കടാ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നു. കൊച്ചാദ്യമായിട്ടാണ് തനിയെ, കയ്യേൽ പിടിയില്ലാതെ ആദ്യമായിട്ട് നിൽക്കുകയാണ്. കൊച്ചിന് ഭയങ്കര പേടിയായിരിക്കും. കൊച്ചു പറയുന്നത് ഇല്ലില്ല, പറ്റത്തില്ല, എന്നാണ്, നടക്കത്തില്ല, അല്ലെ പറയുന്നില്ലെങ്കിൽ അത് ആ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷെ അപ്പൻ എന്ത് പറയുന്നു? സാരമില്ല, നീ നടക്ക്, ഞാൻ വീഴും, വീഴട്ടെ, കുഴപ്പമില്ല, എന്നാലും നടക്ക്. അതോ വീഴുമെങ്കിൽ നടക്കണ്ടെന്ന് എപ്പോഴെങ്കിലും പറയുമോ? ഇല്ല. അപ്പൻ എന്ത് ചെയ്യുന്നു? അപ്പൻ പ്രോത്സാഹിപ്പിക്കും, എൻകറേജ് ചെയ്യും, നടക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നു. കൊച്ചു 1 സ്റ്റെപ്പ് വെച്ചു, വീണില്ല. 2 സ്റ്റെപ്പ് വെച്ചു, താഴെ വീണു. അപ്പൻ പോയി ഒറ്റ അടി കൊടുക്കുന്നില്ല. നീ എന്റെ മോനായിട്ട് എന്നെ പോലെ നടക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് അടിക്കുന്നില്ല. അപ്പൻ എന്ത് ചെയ്യുന്നു? ഓടിച്ചെന്ന് കൊച്ചിനെ എടുത്തിട്ട് എൻകറേജ് ചെയ്യുന്നു, സാരമില്ല, സാരമില്ല. പിന്നെന്താ പറയുന്നു? നീ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചത്, നടക്കത്തില്ലെങ്കിൽ എന്നാ പിന്നെ നടക്കണ്ട, ഇനിയിപ്പം ജീവിതത്തിൽ നടക്കണ്ട എന്ന് പറയുമോ? ഇല്ല. വീണ്ടും കൊണ്ട് നിർത്തുന്നു. കൊച്ചു പറയുന്നില്ല, ഞാൻ വീഴും. ഇല്ല മോനെ, വീണ്ടും എൻകറേജ് ചെയ്യാം. ആ എൻകറേജ്മെന്റിൽ അവൻ 2 സ്റ്റെപ്പിന് പകരം ഇപ്പൊ 5 സ്റ്റെപ്പ് വെച്ചു. 5 സ്റ്റെപ്പ് വെച്ചപ്പോ പിന്നെയും വീണു. 2 പ്രാവശ്യം ഞാൻ നിനക്ക് ഒരു ചാൻസ് തന്നു, ഒരു ചാൻസ് കൂടെ തന്നു, എന്നിട്ടും നീ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അടിക്കുമോ? ഇല്ല. വീണ്ടും എൻകറേജ് ചെയ്യും. ഇതുവരെ അവൻ അപ്പനെ പോലെ നടക്കുന്നത് വരെ അവനെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെ ക്രിസ്തുവേശുവിലുള്ള ഭാവം ഉണ്ടാകുവാൻ അപ്പൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാമോ? ഈസ് ഓൾവേസ് എൻകറേജിങ് us. നമ്മൾ താഴെ വീഴുമ്പോൾ ഓടി വന്ന് നമ്മളെ എടുത്തിട്ട് പറയാണ്, വീണത് കുഴപ്പമില്ലെന്നല്ല, വീണാലും ഇനിയും നീ നടക്കണം. എൻകറേജ്മെന്റ്. പക്ഷേ പിശാച് ഒരിക്കലും എൻകറേജ് ചെയ്യത്തില്ല. പിശാച് ആദ്യത്തെ വീഴ്ചയിൽ തന്നെ പറഞ്ഞതെന്നറിയാമോ? നിനക്ക് നടക്കാനും ഒന്നും പറ്റത്തൊന്നുമില്ല. നടക്കുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട്, അവരൊക്കെ വലിയ വലിയ ആളുകളാ, അവരൊക്കെ നടന്നു, പക്ഷെ നിനക്ക് നടക്കാൻ പറ്റുകയില്ല. നിനക്ക് യേശുവിനെ പോലെ ആണെന്ന് വെച്ചാൽ നടക്കുമോ? അത് നടക്കത്തില്ല, അതുകൊണ്ടൊക്കെ വിട്ടുകളാ, നടക്കണ്ട. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. എന്താണ് യാഥാർത്ഥ്യം? നമുക്ക് നടക്കാൻ കഴിയും. നമുക്ക് നടക്കാൻ കഴിയത്തക്ക നിലയിൽ ആത്മാവിൻ്റെ ശക്തി, അഭിഷേകം
ആത്മാവിൻ്റെ ആ ആ എൻകറേജ്മെന്റ് കർത്താവ് നമ്മളിലേക്ക് ഒഴുക്കി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചാലും അത് നിർവഹിക്കാനുള്ള റിസോഴ്സ് അവൻ നമുക്ക് തന്നിട്ടുണ്ട്. പിശാച് പറയും നിനക്ക് കഴിയത്തില്ല എന്ന്. പക്ഷേ കർത്താവ് പറയും ഇല്ല, നിനക്ക് കഴിയും. കാര്യം നീ എൻ്റെ മകനാണ്, ഞാൻ നിന്നെ ആത്മാവിൽ ജനിപ്പിച്ചിരിക്കുകയാണ്. യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ആദാമ്യ പ്രകൃതി അല്ല നിന്നിൽ ഇപ്പോൾ വളരുന്നത്. എൻ്റെ ആത്മാവിൽ ജനിച്ചവൻ നോർമൽ ലൈഫിൽ നോർമൽ ബർത്തിലൂടെ നമുക്ക് കിട്ടിയത് ആദാമിന്റെ പ്രകൃതിയാ. പക്ഷെ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ചത് യേശുക്രിസ്തുവിന്റെ പ്രകൃതമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. സോ വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് വി ഹാവ് പവർ. ആത്മാവിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ആത്മാവിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയും. കാർണൽ മാനത് കഴിയത്തില്ല. ആത്മാവിനാൽ ജനിക്കാത്ത ഒരുത്തൻ എത്ര പരിശ്രമിച്ചാലും ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ ജനിക്കാത്തവൻ എങ്ങനെ ആത്മാവിന്റെ ജീവിതം ജീവിക്കുന്നത്? പക്ഷെ ആത്മാവിൽ ജനിച്ചവനിൽ ആത്മാവിന്റെ ശക്തി ഉള്ളടങ്ങിയിരിക്കുന്നത് കൊണ്ട് എത്ര പ്രാവശ്യം നമുക്ക് പാളിച്ച പറ്റിയെന്ന് പറഞ്ഞാലും വീണ്ടും കർത്താവ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈസ് എൻകറേജിങ് അസ്. ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ തന്നെ പല കഥാപാത്രങ്ങളെ കർത്താവ് എൻകറേജ് ചെയ്ത സംഭവങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഐ നീഡ് ടു സേ that God certainly wants us to live a life as he lived in this world. അവൻ ശരീരത്തിൽ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് വെറും ഒരു സജഷൻ അല്ല. അവൻ വെറുതെ പറയുകയല്ല. പൗലോസ് പറയുന്നത് ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായാൽ നന്നായിരുന്നു കുഞ്ഞുങ്ങളെ എന്നല്ല. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഭാവം തന്നെ, സെയിം അവനെപ്പോലെ തന്നെ നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന്, അവൻ നോക്കിയതുപോലെ നോക്കണമെന്ന്, അവൻ പറഞ്ഞതുപോലെ പറയണമെന്ന്, അവൻ കണ്ടതുപോലെ കാണണമെന്ന്, അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കണമെന്ന്, അവന്റെ മനസ്സുപോലെ നമ്മുടെ മനസ്സുമായിത്തീരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ വെറുതെ ആഗ്രഹിക്കുകയല്ല, അവൻ വെറുതെ നമ്മളോട് ആവശ്യപ്പെടുകയല്ല. അവൻ എന്താവശ്യപ്പെട്ടാലും അത് നിർവഹിക്കുവാനുള്ള റിസോഴ്സും കൂടെ അവൻ നമുക്ക് നൽകും. അതിന് സംശയമില്ല. നമ്മുടെ കുടുംബ സന്ധാരണത്തിന് വേണ്ടിയുള്ള റിസോഴ്സസ് തരുന്നതിനെ കുറിച്ച് നമുക്ക് ഇഷ്ടം പോലെ പാട്ടുകളും ഒക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലെ ആഹാരമൊക്കെ കുറയത്തില്ലെന്നൊക്കെ ഉണ്ട്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ ആത്മാവിൽ മുന്നേറുന്നതിനാവശ്യമായ റിസോഴ്സസും അവനാ തരുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യോഹന്നാൻ 14 അധ്യായം നമ്മൾ വായിച്ചപ്പോൾ, 1, ദൈവം നമ്മളിത് പ്രതീക്ഷിക്കണം, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. 2, അവൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. ഇതിന് രണ്ടിനുമുള്ള റിസോഴ്സസ് അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ്? അവന്റെ പരിശുദ്ധാത്മാവ്. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പിതാവ് അവനിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി ചെയ്തതുപോലെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു നമ്മിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യും. പക്ഷെ അവൻ നമ്മളിൽ വസിക്കും. അതാണ് റിസോഴ്സ്. എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് എൻ്റെ റിസോഴ്സ്. എൻ്റെ കൂടെ നടക്കുകയും എൻ്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് എൻ്റെ റിസോഴ്സ്. പാപത്തിന്റെ വലിയ മലകളെ താണ്ടി അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ, പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കുവാൻ, അതിനെ തട്ടിക്കളയുവാൻ എനിക്ക് ശക്തിയില്ലാതെ വരും. എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ കൈ പിടിച്ച് എന്നെ നടത്തുന്നു. അവനാണ് റിസോഴ്സ്. നമ്മൾ ഒരു ഓപ്ഷൻസ് ഇല്ലാത്ത, വേറൊന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത നിലയിൽ ഒരു ഡെഡ് എൻഡ് വന്ന് നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഇടുക്കമുള്ള വാതിൽ, ഈ ശിഷ്യത്വത്തിന്റെ വാതിൽ, ഈ ആത്മാവിന്റെ വാതിൽ അല്ലാതെ വേറെ ഒന്നുമില്ല. പല വഴികൾക്കകത്ത് നിന്ന് ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല. ക്രിസ്തീയ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ അല്ല. ഒരുവന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏക മാർഗം അതാണ്. ഒന്നുകിൽ യേശുവിനോടുള്ള അനുസരണത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് പോവുക, പൂർണ്ണമായി അനുസരിക്കുക, അല്ലെങ്കിൽ വേറെ വഴി തിരഞ്ഞെടുക്കുക. ആത്മീയ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് ഓപ്ഷൻസ് ഇല്ല. അവന്റെ ഭാവം നമുക്കുണ്ടായേ പറ്റൂ, അവന്റെ ജീവിതം നമുക്കുണ്ടായേ പറ്റൂ, അവന്റെ ആത്മാവ് നമുക്കുണ്ടായേ പറ്റൂ, അവന്റെ മനസ്സ് നമുക്ക് ഉണ്ടായേ പറ്റൂ. അതിനാവശ്യമായ റിസോഴ്സസ് അവൻ നൽകുന്നുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിച്ച വാക്കുകളെ നമ്മളൊന്ന് ഓർക്കുക. സജഷൻസ് അല്ല. ക്രിസ്തുവേശുള്ള ഭാവം ഉണ്ടായാൽ കൊള്ളാമെന്നല്ല, ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ എനിക്കിഷ്ടപ്പെട്ടാൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു വഴി എന്ന നിലയിലല്ല ക്രിസ്തീയ ജീവിതം. എനിക്കതല്ലാതെ വേറെ വഴിയില്ല. എനിക്കല്ലാതെ വേറെ ഒരു വഴി വേണ്ട. എനിക്ക് യേശു ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകണം. യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. അത് സാധ്യമാണെന്ന് യേശു തെളിയിച്ചു തന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുന്നുണ്ട്, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി.
നമ്മുടെ സകല കാര്യങ്ങളിലും നമ്മെ മനസ്സിലാക്കേണ്ടതിന്, വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് നമ്മളോട് ഏകീഭവിച്ചവനായ യേശു ഒരാത്മാവായി വന്ന് ശരീരത്തെ മാറ്റി നിർത്തി ഭൂമിയിൽ 33 വയസ്സ് വരെ ജീവിക്കുകയായിരുന്നില്ല യേശു. എന്നെയും നിങ്ങളെപ്പോലെ ഒരു ശരീരത്തിൽ മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുവാൻ അവൻ തീരുമാനമെടുത്തു. സകലത്തിലും അവൻ എന്നോട് സദൃശനായി തീർന്നു. അതുകൊണ്ട് സകലത്തിലും ഞാൻ അവനോട് സദൃശനാകാനായി അവൻ എന്നോട് ആവശ്യപ്പെടാനുള്ള യോഗ്യതയുണ്ട്. അത് നീതിയാണ്. കർത്താവ് പറയുക, ഞാൻ നിന്നോട് ഏകീഭവിച്ചു, ഞാൻ മനുഷ്യവർഗത്തോട് ഏകീഭവിച്ചു, ഇനിയിപ്പോൾ നീ എന്നോട് ഏകീഭവിക്കണം. ഞാൻ ജീവിച്ച പോലെ നീ ജീവിക്കണം, ഞാൻ നടന്നതുപോലെ നടക്കണം, ഞാൻ സംസാരിച്ചതുപോലെ സംസാരിക്കണം, ഞാൻ പാപത്തെ എങ്ങനെ കണ്ടോ അതുപോലെ നീ കാണണം, ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്തോ അതൊക്കെ നീ ചെയ്യണം, ഞാൻ ചെയ്ത പ്രവൃത്തി തന്നെ നീയും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിനക്ക് കഴിയും. ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യും. ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്തു. ഇപ്പോൾ യേശു എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പക്ഷെ അവന് ഇരിപ്പിടം കൊടുക്കണം. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് അവനോട് സ്നേഹമുണ്ട്, പക്ഷേ പലപ്പോഴും കഴിയുന്നില്ലായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ പിതാവിനോട് ചോദിക്കും. നീ ബലഹീനനാകുമ്പോൾ, പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് ശക്തിയില്ലാതെ വരുമ്പോൾ, നിന്നെ കൈപിടിച്ച് ശക്തീകരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ആത്മാവിൻ്റെ കരം പിടിച്ച് അവനെപ്പോലെ ജീവിക്കുവാൻ, അവൻ്റെ മനസ്സോടെ ജീവിക്കുവാൻ. എത്ര പേര് പറയും, കർത്താവേ, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ എന്നിൽ ഉണ്ടാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്? കരങ്ങളെ ഉയർത്തി പറയാമോ? കർത്താവേ, നിന്റെ ഭാവം തന്നെ എന്നിൽ ഉണ്ടാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കതിന് കഴിയില്ലെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അല്ല കർത്താവേ, അത് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേദപുസ്തകപ്രകാരമുള്ള ജീവിതം സാധ്യമല്ലെന്ന് പിശാചനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല. നീ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എന്നിലേക്ക് നീ വ്യാപരിപ്പിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, ഹല്ലേലൂയ, നിന്റെ ആശ നിർവഹിക്കുവാനായി, എന്നെക്കുറിച്ചുള്ള നിന്റെ ആശ നിർവഹിക്കുവാനായി നീ എന്നിലേക്ക് വ്യാപരിപ്പിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചത് എന്നെക്കുറിച്ചുള്ള എൻ്റെ മോഹങ്ങൾ നിർവഹിക്കണമേ എന്നാണ്. എന്നാൽ ഇന്ന് ഇല്ല കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ മോഹങ്ങൾ, എന്നെക്കുറിച്ചുള്ള എൻ്റെ മോഹങ്ങളല്ല, എന്നെക്കുറിച്ചുള്ള നിന്റെ മോഹങ്ങൾ നിർവഹിക്കണമേ കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അതിനെന്നെ ശക്തീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.